ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സഹോദരൻ ഇട്ടോ നെതന്യാഹു ജെറുസലേം നഗരത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. ഇത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല, അമേരിക്കയും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള മീഡിയകൾ സ്ഥിരീകരിച്ച റിപ്പോർട്ടായിട്ട് തന്നെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് പുറത്തുവിടുകയാണ്. സർവ്വമേഖല കേന്ദ്രീകരിച്ചും ഇറാൻ്റെ ഭാഗത്തുനിന്ന് അതിശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം ഏതാനും ദിവസങ്ങൾക്കിടയിൽ തന്നെ നിലക്കാതെ ഉണ്ടാവുന്നു എന്നും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ്. മർമ്മപ്രധാനമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കമുള്ള ലീഡർഷിപ്പുള്ള നേതാക്കന്മാർ താമസിക്കുന്ന ഇടം എന്ന് പറയുന്ന സമയത്ത് ബങ്കർ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ആ ബങ്കർ ഇടങ്ങളുടെ രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു. അത് ഇറാൻ്റെ കൈവശത്തിൽ കിട്ടിയിരിക്കുന്നു. അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം ഇറാൻ നടത്തുകയും ലക്ഷ്യം കാണുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇറാൻ വിടുന്ന ഒരു മിസൈൽ പോലും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അയൺ ഡോം സംവിധാനങ്ങളും അത് സ്ഥാപിക്കപ്പെട്ട മേഖല പോലും തകർന്നടഞ്ഞിരിക്കുന്നു എന്നുള്ളതും, ചില മേഖലയിൽ മാത്രമാണ് സൈറൺ പോലും ഇപ്പോൾ മുഴങ്ങുന്നത്. നിരന്തരം സൈറൺ മുഴങ്ങിയിരിക്കുന്ന മേഖലയിൽ സൈറൺ മുഴങ്ങാതിരിക്കുന്നതിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കുകയാണ് എന്നൊക്കെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ മറുപടി പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്ന സമയത്ത് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ ഓഫീസ് സമുച്ചയത്തിൽ ഒരു മിസൈൽ വീണ് പൊട്ടുകയും അവിടുത്തെ പാറാവുകാരന് പരിക്കേറ്റു എന്നുള്ളതും മരണപ്പെട്ടു എന്നുള്ളതും രണ്ട് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത്രയും ശക്തമായ രീതിയിൽ കൃത്യത കണ്ടുകൊണ്ട് ആക്രമിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്ക ഇസ്രായേലിനെ അമ്പരപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇതിൻ്റെ ഇടയിൽ അമേരിക്ക നടത്തിയിരുന്നു. അമേരിക്ക ആ കാര്യം പറയുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ വൈകാതെ യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് എന്ന തരത്തിൽ. കാര്യം ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രയാസകരമായിരിക്കുന്ന ഒരു സാഹചര്യം അമേരിക്കക്ക് വന്നുപെട്ടിരിക്കുന്നു ഇസ്രായേലിനും. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇസ്രായേലിൻ്റെ അകത്തേക്ക് മിസൈൽ പായിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇറാൻ ഇതിൻ്റെ മുമ്പിൽ ചെയ്തതാണ്. പക്ഷേ അതിന് കൃത്യമായിരിക്കുന്ന ലക്ഷ്യങ്ങളൊന്നും കാര്യമായിട്ടുണ്ടാവാറില്ല, അപൂർവമായിട്ട് മാത്രമാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയും തന്ത്രപ്രധാനമായിരിക്കുന്ന നഗരങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ആക്രമണം നടത്തുന്നതിൻ്റെ പിന്നിൽ റഷ്യ അവർക്ക് കൃത്യമായിരിക്കുന്ന രൂപരേഖ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ട് വളരെ കൃത്യതയോട് കൂടിയിട്ട് ഇപ്പോൾ എങ്ങനെയാണ്, എവിടെ നിൽക്കുന്ന നേതാക്കന്മാർ, എങ്ങോട്ട് പോകുന്നു, ഏതാണ് സ്ഥിതി, കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വിവരങ്ങൾ ഇറാന് നൽകുകയും ഇറാൻ അതിനനുസരിച്ച് ആക്രമണം നടത്തുകയും ചെയ്യുന്നു. സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ വീഡിയോ സഹിതം ഇവർക്ക് ഇറാൻ നൽകുന്നു എന്നും ചില റിപ്പോർട്ടിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞ സമയത്ത് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് തങ്ങളാണത് തീരുമാനിക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് അമേരിക്കക്ക് വലിയ രീതിയിൽ അടിയായിപ്പോയി. ഇപ്പോഴത്തെ അമേരിക്കയുടെ സാഹചര്യം എന്ന് പറയുന്നത് അവരുടെ യുദ്ധവിമാനങ്ങൾ തകർന്നു വീണിട്ടുണ്ട്, സൈനികരെ പിടികൂടിയിട്ടുണ്ട്, അവരുടെ യുദ്ധക്കപ്പലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്, 2 കപ്പലിന് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. ആദ്യം പറഞ്ഞത് അബ്രഹാം ലിങ്കൻ്റെ അറേബ്യൻ കടലിനും ഈ ഒമാൻ കടലിടുക്കിനോടും ചേർന്നിട്ടാണ് ഇപ്പോൾ അബ്രഹാം ലിങ്കൺ ഈ യുദ്ധക്കപ്പലുകളുള്ളത്. ആ കപ്പലിന് നേരെ നിരന്തരം എന്ന തരത്തിൽ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. 12ഓളം മിസൈലുകൾ ഏറെക്കുറെ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ തകർക്കാൻ സാധിച്ചിട്ടുണ്ട്, ഒന്നെങ്ങാനാണ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് മാത്രം പറയുന്നുണ്ട്. എന്നാൽ 30-ലധികമോ 40-ലധികമോ മിസൈലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും, യുദ്ധവിമാനങ്ങൾ വളരെ ധൈര്യപൂർവ്വം ഈ കപ്പലിൽ നിന്ന് ഉയർന്നു പൊന്താൻ സാധിക്കാത്ത വിധമുള്ള പ്രയാസങ്ങൾ അവർക്ക് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ മെഡിറ്ററേനിയൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന കപ്പൽ, ആ കപ്പൽ എന്ന് പറയുന്നത് 78ഓളം യുദ്ധവിമാനങ്ങൾ ഒരേ സമയത്ത് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും സൗകര്യമുള്ള വിശാലമാക്കപ്പെട്ട കപ്പലാണ്. ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന 4 കപ്പലിൽ 2 ഈ പറഞ്ഞ അബ്രഹാം ലിങ്കണും ജെറാൾഡ് ആർ ഫോർഡ് എന്നുള്ളതും. ഈ കപ്പലിന് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. അമേരിക്ക അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അമേരിക്ക റിപ്പോർട്ട് ചെയ്യാത്തതാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് USS ജോർജ് ബുഷ് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം അവർ പറയുന്നത് ഈ നിലവിലുള്ള 2 കപ്പലും മതിയാകില്ല ഇറാനെ പ്രതിരോധിക്കാൻ എന്ന തരത്തിലാണ്. ഇറാൻ അത്രയൊക്കെ വലുപ്പമുള്ള സൈനിക ശക്തിയും ബലവുമുള്ള രാജ്യമാണ് എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ അമേരിക്ക ഇസ്രായേൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് ഏറെക്കുറെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അവർ പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ്.
തന്ത്രപ്രധാന മേഖല, അതായത് ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സൈനിക പടയുള്ളത്, അതിൻ്റെ പ്രധാന ഓഫീസുകളുള്ളത്, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്യാബിനറ്റ് മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മൊത്തത്തിലൊരു നിയന്ത്രണം ഈ മേഖലയാണ്. ഇവിടെ തന്നെയാണ് യഥാർത്ഥത്തിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാന കാര്യങ്ങളൊക്കെ ഉള്ളതും ഏറെക്കുറെ തെഹ്റാനോട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇവിടെ തകർക്കുന്നതോട് കൂടിയിട്ട് ഏറെക്കുറെ ഇറാൻ്റെ സൈനിക ബലവും ശക്തിയും ഇല്ലാതാകും എന്ന് അമേരിക്കയും ഇസ്രായേലും കണക്ക് കൂട്ടുകയും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആക്രമണം നടത്തുകയും ചെയ്തു. എന്നാൽ ഇറാൻ എന്ന് പറഞ്ഞാൽ വലിയ രാജ്യമാണ്. ആ രാജ്യത്ത് പർവ്വതങ്ങളുണ്ട്, തായ്വാരങ്ങളുണ്ട്, കുന്നുമലകളുണ്ട്, ആളുകൾ താമസിക്കാത്ത ഇടങ്ങളുണ്ട്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാൻ സൈനികമായിരിക്കുന്ന പ്രാക്ടിക്കലും അതോടൊപ്പം തന്നെ അവരുടെ മിസൈൽ തുരങ്കങ്ങളും ഉണ്ടാക്കിയത്. ഇത് എവിടെയാണ് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഗസക്കകത്ത് ഹമാസ് ഉണ്ടാക്കിയിരിക്കുന്ന തുരങ്കം 2 വർഷമായിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇസ്രായേലിന് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ അകത്ത് അവരുണ്ടാക്കിയിരിക്കുന്ന തുരങ്കവും അതിൻ്റെ പർവ്വതത്തിൻ്റെ തായ്വാരം കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ്. അപ്പോൾ അപ്രതീക്ഷിതമായ രീതിയിൽ ഇത്തരം പർവ്വതങ്ങളുടെ തുരങ്കങ്ങളിൽ നിന്നാണ് ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് എന്നതിനാൽ അത് വളരെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും. അപ്രതീക്ഷിതമായിരിക്കും ആക്രമണമാണ്. തെഹ്റാനിൽ നിന്ന് യഥാർത്ഥത്തിൽ ആദ്യത്തെ 2-3 ദിവസം മാത്രമാണ് ആക്രമണം നടന്നത്. ബാക്കി എല്ലാ ആക്രമണങ്ങളും നടക്കുന്നത് മറ്റെവിടെയോ വെച്ചിട്ടാണ്. അതിൻ്റെ പ്രധാനമായിരിക്കുന്ന ഭാഗങ്ങളും മേഖലയും കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഇസ്രായേലും അമേരിക്കയും പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അമേരിക്കയുടെ അംബാസിഡർ, അത് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇറാന് അറേബ്യൻ രാജ്യങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഞങ്ങൾ വ്യാപിപ്പിക്കും, ആ ആക്രമണത്തിന് ഞങ്ങൾ കുറവ് വരുത്തുന്നില്ല, പക്ഷേ നിങ്ങൾക്കൊരു ഇളവ് നൽകുന്നത് അമേരിക്കയുടെ അംബാസിഡർമാരെ ഈ മേഖലയിൽ നിന്ന്, നിങ്ങളുടെ മേഖലയിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അറബ് രാജ്യങ്ങൾക്ക് ഹോർമുസ് കടലിൽ, അത് ഒഴിവാക്കുന്ന രാജ്യങ്ങൾക്ക് ഹോർമുസ് കടലിലൂടെ യാത്ര, അവരുടെ പെട്രോളിയം വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് കപ്പൽ യാത്ര അനുവദിക്കുന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഇത് വല്ലാത്ത രീതിയിൽ അറേബ്യൻ രാജ്യങ്ങളെയും അമേരിക്കയും അകൽച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്ന ഒരു റിപ്പോർട്ടായിട്ടും കാണാൻ വേണ്ടി സാധിക്കും. ഹോർമുസ് കടലിൻ്റെ നിയന്ത്രണം ഇറാൻ്റെ കൈവശത്തിലാണ്. ആ ഹോർമുസിൻ്റെ കടലിൻ്റെ നിയന്ത്രണത്തിന് അമേരിക്ക വലിയ സുരക്ഷ നൽകും, ഏത് കപ്പൽ വരികയാണെങ്കിലും അതിന് ഞങ്ങൾ സുരക്ഷ നൽകുമെന്ന് അമേരിക്ക നിലവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾക്കോ അറേബ്യൻ രാജ്യങ്ങൾക്കോ അവർ പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നത് ഓക്കെ, എന്നാൽ നിങ്ങളുടെ കപ്പലുകൾക്ക് ആര് സുരക്ഷ നൽകും എന്നുള്ളതാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞതോടുകൂടി അത് ഏറെക്കുറെ വിജയിക്കാത്ത രീതിയായി. മാത്രവുമല്ല, ഇറാൻ്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ കപ്പൽ കത്തിക്കുമെന്നാണ്, തകർക്കുമെന്നോ അതല്ലെങ്കിൽ അവരുടെ ആളുകളെ പിടികൂടുമെന്നോ തടയപ്പെടുന്നോ എന്നൊന്നുമല്ല. ഈ ഒരു വാക്കിൻ്റെ കാരണത്താൽ മാത്രം തന്നെ 200-ലധികം പെട്രോളിയം നിറച്ചിരിക്കുന്ന കപ്പൽ ഈ മേഖല കേന്ദ്രീകരിച്ച് കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്നു, അല്ലെങ്കിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ്. അതിന് ഉത്തരവ് കിട്ടേണ്ടത് ആരുതാണ്? അമേരിക്കയുടെ ഉത്തരവല്ല കിട്ടേണ്ടത്. ഉത്തരവ് കിട്ടേണ്ടത് ഇറാൻ്റേതാണ്. ഇറാൻ പറഞ്ഞു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോകാൻ വേണ്ടി സാധിക്കില്ല, തങ്ങൾ അനുവദിക്കില്ല. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. കപ്പൽ തകരും, കപ്പലിലെ പെട്രോളിയം തകരും, അതിലുള്ള ആളുകൾക്കും ഒരു പക്ഷേ ജീവഭായം ഉണ്ടാകും എന്ന് പോലും ഭയപ്പെടുന്ന ഒരു സ്ഥിതി നിലവിലുണ്ട്. ഈ ഒരു റൂട്ടിലൂടെയാണ് ഇപ്പോൾ, അതായത് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതോടുകൂടി അന്താരാഷ്ട്ര ഈ പെട്രോളിയം വിപണി അത് സാരമായിട്ട് ബാധിച്ചു. $74-75 ഉണ്ടായിരുന്ന ഒരു ബാരൽ എണ്ണയുടെ വില ഇന്ന് $144-145 എത്തി. അതായത് ഇരട്ടിയായിട്ട് വർദ്ധിച്ചു എന്നുള്ള 2-3 ഘട്ടങ്ങളായിട്ട്. ഇതേ അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ സമയത്ത് പെട്രോളിയത്തിൻ്റെ വില വർധനയ്ക്ക് സാധ്യതയുണ്ട്. ഈ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ പെട്രോളിയത്തിന് ഇപ്പോൾ 50 രൂപ വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, അതുകൊണ്ട് ഇതിനോട് സഹകരിക്കണം എന്നൊക്കെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. അത് ഇന്ത്യയിൽ നിലവിൽ അങ്ങനത്തെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എത്രത്തോളം സ്റ്റോക്ക് നമ്മുടെ കൈവശത്തിലുണ്ട് അതിനെ ആശ്രയിച്ചാണ് വില വർധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്, അതിശക്തമായിരിക്കുന്ന ആക്രമണത്തിൻ്റെ പെരുമയെ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ്
ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ സഹോദരൻ കൊല്ലപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. എന്തെങ്കിലും ഒരു സംഭവം ഇല്ലാതെ റിപ്പോർട്ട് പുറത്തു വരില്ല എന്നുള്ളതാണ് ഇപ്പോൾ പല മീഡിയക്കാരും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. സ്ഥിരീകരണം വന്നിട്ടില്ല, ആ വീടുകൾ അപ്പാടെ തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതും ജീവഭയം കൊണ്ട് ആളുകൾ ഇറങ്ങി ഓടുന്ന ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. ഇപ്പോൾ ഇസ്രായേലിൻ്റെ നഗരത്തിൽ തന്നെ പല മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇസ്രായേൽ സർക്കാർ വിരുദ്ധ സമരങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കണം, ഞങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം, അപ്പോൾ മാത്രമേ ഞങ്ങളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിക്കൂ. ഈ തരത്തിൽ സർക്കാർ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രകടനം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പം നിത്യ കാഴ്ചയാണ് എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്.